ചലഞ്ചറിൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ഒരായിരം നമസ്കാരം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു ക്ലാസ്സിൽ ഒരു മാർക്ക് എന്ന നമ്മുടെ ഏറ്റവും പുതിയ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡുമായിട്ടാണ്. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റുകൾ വായിച്ചു. വിശദമായ കമൻറ്റുകൾ എഴുതിയ ഓരോരുത്തർക്കും ആദ്യം തന്നെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായി പ്ലേലിസ്റ്റ് ആക്കി ഇടുകയാണ്. അപ്പം 20 ക്ലാസ്സുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ 20 ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് 20 മാർക്കും കൂടാതെ മെയിൻസ് പരീക്ഷയെ സധൈര്യം സമീപിക്കാനും നമ്മുടെ ഈ ക്ലാസ്സുകൾ ഉപകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സുകൾ ഒന്നും തന്നെയും മിസ്സാക്കരുത്. ഓക്കെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഒരു ടോപ്പിക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ മിസ് ചെയ്യരുത്. മാക്സിമം കാണുക, നോട്ട് തയ്യാറാക്കി പഠിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റുകൾ മക്കളെ എല്ലാവരും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ക്ലാസ് ഉപകാരപ്പെടുന്നു എന്ന് തോന്നിയാൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നമ്മുടെ വരാൻ പോകുന്ന ക്ലാസ്സുകൾ കൂടി നിങ്ങളോട്ട് ലഭ്യമാകുന്നതിനായിട്ട് ആരെങ്കിലും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. നമ്മൾ ഓരോ നോട്ടിഫിക്കേഷൻസും അല്ലെങ്കിൽ ഓരോ അറിയിപ്പുകളും നിങ്ങളോട്ട് എത്തിക്കുന്നതായിരിക്കും. അതെല്ലാം നിങ്ങളോട്ട് എത്താൻ നിങ്ങൾ മാക്സിമം സഹകരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന 10th പ്രിലിംസിന് സ്ഥിരമായിട്ട് കണ്ടുവരാറുള്ള ഒരു കിടിലൻ ചോദ്യമാണ്. ഓക്കെ മക്കളെ, ഇന്നും നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന ടോപ്പിക്കിലെ ഒരു സബ് ടോപ്പിക്കായ ട്രെയിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ട്രെയിൻ. അപ്പോൾ ട്രെയിനകത്ത് നിന്ന് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച 10th പ്രിലിംസ് ചോദ്യവും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആ ചോദ്യങ്ങളോട്ട് പോകുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കുഞ്ഞ് കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇത്രയുള്ള മക്കളെ, ആ കൺസെപ്റ്റ് ഇങ്ങനെയാണ്. നിങ്ങൾക്കറിയാം, ഇത് ഒരു ട്രെയിനാണ്. ഒരു ട്രെയിൻ. ഇത് ഒരു മനുഷ്യനാണ്. ഒരു ട്രെയിൻ ഈ മനുഷ്യനെ, അല്ലെങ്കിൽ ഇതൊരു മരമാണെന്ന് വിചാരിക്കുക. ട്രാക്കിനരികിൽ നിൽക്കുന്ന ഒരു മരം. അതുമല്ലെങ്കിൽ ട്രാക്കിനരികിൽ നിൽക്കുന്ന ഒരു കൊടിമരം. അതുമല്ലെങ്കിൽ ട്രാക്കിനരികിൽ നിൽക്കുന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റ് അഥവാ വൈദ്യുത തൂൺ ആണെന്ന് കരുതുക. ഇതിനെ ഈ ട്രെയിൻ കടന്നു പോകണം. മക്കളെ, കടന്നു പോകണമെങ്കിൽ ഈ ട്രെയിനിൻ്റെ ഫുള്ള് ലെങ്തും ഇപ്പുറത്ത് വരണം. ഈ ട്രെയിനിൻ്റെ ഫുള്ള് ലെങ്തും ഇപ്പുറത്ത് വരണം. അതായത് ഈ ട്രെയിൻ ഫുള്ളായിട്ട് ഇപ്പുറത്ത് വരുമ്പോഴാണ് ഈ ട്രെയിൻ ഈ മരത്തെ കടന്നു പോയത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ശരിയാണോ? ഒരു ട്രെയിൻ ഒരു മരത്തിനെ അല്ലെങ്കിൽ മനുഷ്യനെ, വൈദ്യുത തൂണിനെ അല്ലെങ്കിൽ കൊടിമരത്തിനെ കടന്നു പോകുമ്പം ഈ ഫുള്ള് ലെങ്ത് മക്കളെ ഇപ്പുറത്ത് വരണം. അല്ലാതെ ട്രെയിൻ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കടന്നു പോയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കടന്നു പോയില്ല. ഫുള്ള് ലെങ്ത് ഇപ്പുറത്ത് വരുമ്പോഴാണ് കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ മരത്തിനെ അല്ലെങ്കിൽ മനുഷ്യനെ കടക്കുന്നതിന് തൊട്ടു മുമ്പ് ട്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗം ഇവിടെയായിരുന്നു അല്ലേ? ഒന്ന് ആലോചിക്കും. കടന്നങ്ങോട്ട് കഴിഞ്ഞപ്പം ഈ ട്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗം ഇവിടെയായി അല്ലേ? ആണ്. കടക്കുന്നതിന് തൊട്ടു മുമ്പ് ഫ്രണ്ട് ഇവിടെയായിരുന്നു. കടന്നങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് ഇവിടെ ആയി. എങ്കിൽ ഈ മരത്തിനെ അല്ലെങ്കിൽ ഈ മനുഷ്യനെ കടക്കാൻ വേണ്ടി ട്രെയിൻ സഞ്ചരിച്ച ദൂരമല്ലേ മക്കളെ ഇത്? ട്രെയിൻ സഞ്ചരിച്ച ദൂരമല്ലേ മക്കളെ ഇത്? അതെ, ട്രെയിൻ സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? ട്രെയിനിൻ്റെ നീളം തന്നെയാണ്. ട്രെയിനിൻ്റെ ലെങ്ത് തന്നെയാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കിക്കൂ, ട്രെയിൻ ഒരു മരത്തിനെയോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെയോ മറികടന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ട്രെയിനിൻ്റെ സ്വന്തം നീളം തന്നെ മറികടന്നു എന്നാണ് അർത്ഥം. ഇവിടെ പറയാം, ട്രെയിൻ ഒരു മരത്തിനെയോ ഒരു മനുഷ്യനെയോ മറികടന്നുപോയി അല്ലെങ്കിൽ കടന്നുപോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ട്രെയിനിൻ്റെ സ്വന്തം നീളം തന്നെ മറികടന്നു പോയെന്ന്. അപ്പം നമ്മളോട് ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെ പറയും, ട്രെയിൻ ഒരു മരത്തിനെ കടക്കാൻ 5 സെക്കൻഡ് എടുത്തു എന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കും? ട്രെയിൻ ഒരു മരത്തിനെ കടന്നു പോയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ട്രെയിനിൻ്റെ സ്വന്തം നീളം കടന്നു പോയെന്ന. ട്രെയിനിൻ്റെ സ്വന്തം നീളം കടന്നു പോയെന്ന. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നിന്ന് മാറ്റണം. എന്താ? ട്രെയിൻ ഒരു മരത്തിനെ കടക്കാൻ 5 സെക്കൻഡ് എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ ഇങ്ങനെ വായിക്കണം, ട്രെയിനിൻ്റെ സ്വന്തം നീളം കടന്നു പോകാൻ 5 സെക്കൻഡ് എടുത്തു എന്നങ്ങ് വായിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ട്രെയിൻ ഒരു മനുഷ്യനെ കടക്കാൻ 7 സെക്കൻഡ് എടുത്തു എന്ന് പറയും. നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് അപ്പടിയേ എടുത്തങ്ങ് മാറ്റണം. എന്നിട്ട് നമ്മളവിടെ വായിക്കണം, ട്രെയിനിൻ്റെ സ്വന്തം നീളം കടന്നു പോകാൻ 7 സെക്കൻഡ് എടുത്തു എന്ന് വായിക്കണം. കാരണം എന്താ? ട്രെയിൻ ഒരു മരത്തിനെയോ ഒരു മനുഷ്യനെയോ കടന്നു പോകണമെങ്കിൽ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം മക്കളെ ട്രെയിനിൻ്റെ നീളമാണ്. ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം മക്കളെ ട്രെയിനിൻ്റെ നീളമാണ്.
അപ്പം ട്രെയിൻ ഒരു മനുഷ്യനെ കടക്കാൻ 7 സെക്കൻഡ് എടുത്തു എന്ന് പറഞ്ഞാൽ ട്രെയിൻ സ്വന്തം നീളം കടക്കാൻ 7 സെക്കൻഡ് എടുത്തു. ട്രെയിൻ ഒരു മരം കടന്നു പോകാൻ 11 സെക്കൻഡ് എടുത്തു എങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ വായിക്കും? ട്രെയിനിൻ്റെ സ്വന്തം നീളം സഞ്ചരിക്കാൻ 11 സെക്കൻഡ് എടുത്തു. മനസ്സിലായോ? ഇത് ഓക്കെയാണോ? ശരി, അടുത്തൊന്ന് ആലോചിച്ച് നോക്ക്. വീണ്ടും ഒരു ട്രെയിൻ. മക്കളതാ ഇത് ഒരു പാലം, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം, അതും അല്ലെങ്കിൽ ഒരു തുരങ്കം, ഇതൊന്നും അല്ലെങ്കിൽ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ, അങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. ഓക്കെ, ഇതിനെ കടന്നു പോകണം എന്ന് പറയുമ്പം ഇതിനെ കടക്കുന്നതിന് തൊട്ട് മുൻപ് ട്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗം ഇവിടെ അല്ലായിരുന്നു മക്കളെ. ഇതിനെ കടന്ന് അങ്ങോട്ട് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കടന്നു പോയി എന്ന് പറയുന്നത്. ട്രെയിൻ ഈ പാലം മൊത്തം അപ്പുറത്തിറങ്ങണം, അപ്പോഴാണ് ട്രെയിൻ കടന്നു പോയെന്ന് പറയാൻ പറ്റുന്നത്. എങ്കിൽ നിങ്ങൾ പറ, ട്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗം നേരത്തെ ഇവിടെ ആയിരുന്നു, കടന്നു കഴിഞ്ഞപ്പോൾ ട്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗം ഇവിടെ ആയി. എങ്കിൽ ഇത്രയും ദൂരമാണ് ട്രെയിൻ സഞ്ചരിച്ചത് അല്ലേ? ട്രെയിൻ ഒരു പാലത്തിനെ കടക്കാൻ സഞ്ചരിച്ച ദൂരം മക്കളെ ഇത്രയും ദൂരമാണ്. എങ്കിൽ ഇത് ഏതെല്ലാം ചേരുന്നതാണ്? ട്രെയിനിൻ്റെ ലെങ്തും ഉണ്ട് മക്കളെ, ട്രെയിനിൻ്റെ ലെങ്ത് കണ്ടോ, ട്രെയിനിൻ്റെ ലെങ്തും ഉണ്ട്. അതേപോലെ പാലത്തിൻ്റെ അഥവാ പ്ലാറ്റ്ഫോമിൻ്റെ, പാലം അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ, ഓക്കെ, ബ്രിഡ്ജ് അഥവാ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്തും ഉണ്ട്. ശരിയാണോ? ഇത് രണ്ടും കൂടെ ചേരുന്നില്ല മക്കളെ ട്രെയിൻ സഞ്ചരിച്ച ആകെ ദൂരം ആണ്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ട്രെയിൻ സഞ്ചരിച്ച ആകെ ദൂരം. അപ്പം നമ്മളോട് പറയും ട്രെയിൻ ഒരു പാലം കടക്കാൻ 15 സെക്കൻഡ് എടുത്തു എന്ന്. നമ്മൾ മനസ്സിലാക്കണം, എടാ ട്രെയിൻ ഒരു പാലം കടക്കുമ്പം പാലം മാത്രമാണോ കടക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. അല്ല, നമ്മളോട് പറയും പാലം കടന്നു പോകാൻ 15 സെക്കൻഡ് എടുത്തുള്ളെന്ന്. നമ്മൾ മനസ്സിലാക്കിക്കോണം, എടാ പാലം കടക്കണമെങ്കിൽ പാലം മാത്രം കടന്നാൽ പോരാ, ഈ പാലത്തിൻ്റെ നീളവും കടക്കണം മക്കളെ, ഈ ട്രെയിനിൻ്റെ നീളവും കടക്കണം. ശരിയാണോ? മനസ്സിലാക്ക്, ട്രെയിൻ ഒരു പാലം അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം കിടക്കണമെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ നീളവും കിടക്കണം, ട്രെയിനിൻ്റെ നീളവും കിടക്കണം. അപ്പോൾ നമ്മളോട് പറയും ട്രെയിൻ ഒരു പാലം കടന്നു പോകാൻ 15 സെക്കൻഡ് എടുത്തു. നമ്മൾ എന്ത് മനസ്സിലാക്കണം? എടാ ട്രെയിൻ ആ പാലവും ട്രെയിനിൻ്റെ നീളവും കൂടെ ചേർത്ത് മറികടന്ന് പോകാൻ 15 സെക്കൻഡ് എടുത്തെന്ന്. ഇനി നമ്മളോട് പറയും ട്രെയിൻ ഇത്ര മീറ്റർ നീളമുള്ളൊരു പ്ലാറ്റ്ഫോം കിടക്കാൻ 20 സെക്കൻഡ് എടുത്തെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എടാ ട്രെയിൻ ആ പ്ലാറ്റ്ഫോമിൻ്റെ നീളവും പ്ലസ് ട്രെയിനിൻ്റെ നീളവും ചേർത്ത് മറികടക്കാനാണ് 20 സെക്കൻഡ് എടുത്തത്. അല്ലാതെ ആ പ്ലാറ്റ്ഫോം മാത്രം കടന്നു പോകാനല്ല. പ്ലാറ്റ്ഫോം കടന്നു പോകണമെങ്കിൽ പ്ലാറ്റ്ഫോമും കടക്കണം, ട്രെയിനിൻ്റെ നീളവും കിടക്കണം. എടാ പ്ലാറ്റ്ഫോമിൻ്റെയും ട്രെയിനിൻ്റെ നീളവും കൂടെ ചേർത്ത് മറികടന്ന് പോകാനാണ് 20 സെക്കൻഡ് എടുക്കുന്നത് എന്ന് പറയുന്നത്. ഇത് വ്യക്തമാണോ? ഒന്നുകൂടെ പറയാം. ട്രെയിൻ ഒരു മനുഷ്യനെയോ മരത്തിനെയോ കടക്കണമെങ്കിൽ ട്രെയിനിൻ്റെ നീളം മാത്രം സഞ്ചരിച്ചാൽ മതി. എന്നാൽ ട്രെയിൻ ഒരു പാലത്തിനെയോ പ്ലാറ്റ്ഫോമിനെയോ മറികടക്കണമെങ്കിൽ ആ പാലത്തിൻ്റെ നീളവും ട്രെയിനിൻ്റെ നീളവും ചേർത്ത് മറികടക്കണം. ഇതൊക്കെയാണോ? നമ്മുടെ ചോദ്യത്തിലോട്ട് പോകുന്നു. നമ്മുടെ ഫസ്റ്റ് ചോദ്യം ഇങ്ങനെയാണ്. 2021 10th പ്രിലിംസിൻ്റെ ചോദ്യം. 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 24 സെക്കൻഡ് കൊണ്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകുന്നു. 750 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ വേണ്ട സമയം എത്ര? നല്ല ചോദ്യം. എന്നുകൂടെ പറയാം. 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 24 സെക്കൻഡ് കൊണ്ട് മക്കളെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകുന്നു. അവിടെ നിൽക്കട്ടെ, ഇവിടെ അങ്ങോട്ട് നിർത്ത്. എന്ത് മനസ്സിലായി? പറ, എന്ത് മനസ്സിലായി? ഇവിടെ അങ്ങോട്ട് നിർത്ത്. എന്ത് മനസ്സിലായി? ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തുവാ? എടാ 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 24 സെക്കൻഡ് കൊണ്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകുന്നു. മക്കളെ എന്താണ് ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യനെയോ മരത്തിനെയോ ഒരു വൈദ്യുത തൂണിനെ അഥവാ ഇലക്ട്രിക് പോസ്റ്റിനെയോ കൊടിമരത്തെയോ മറികടക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നിന്ന് മാറ്റണം. എന്നിട്ട് എങ്ങനെ വായിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ചിന്തിക്കണം? ട്രെയിനിൻ്റെ സ്വന്തം നീളം കടക്കാൻ അല്ലേ മക്കളെ? മരത്തിനെയോ മനുഷ്യനെയോ ഇലക്ട്രിക് പോസ്റ്റിനെയോ കടക്കുന്നു പറഞ്ഞാൽ ട്രെയിനിൻ്റെ സ്വന്തം നീളമെന്നാണ്. കണ്ടോ? ട്രെയിനിൻ്റെ സ്വന്തം നീളം കടക്കാൻ മക്കളെ 24 സെക്കൻഡ് വേണം എന്നല്ലേ പറയുന്നത്? എടാ ട്രെയിൻ 240 മീറ്റർ നീളമുള്ള ട്രെയിനാണ്. ആ ട്രെയിൻ 24 സെക്കൻഡ് കൊണ്ട് സ്വന്തം നീളം കടന്നു പോകുന്നു എന്ന് വായിച്ചുകൂടെ? എടാ 240 മീറ്റർ നീളമുള്ള ട്രെയിൻ 24 സെക്കൻഡ് കൊണ്ട് ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകുന്നു എന്ന് മാറ്റി. അത് മാറ്റി സ്വന്തം നീളം കടന്നു പോകുന്നു എന്ന് വായിച്ചുകൂടെ? വായിക്കാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എടാ 240 മീറ്റർ നീളമുള്ള ട്രെയിന് അവൻ്റെ സ്വന്തം നീളമായി 240 മീറ്റർ മറികടക്കാൻ എത്ര പറ? 24 സെക്കൻഡ് മതി. ശരിയാണോ? നമ്മൾ DTS എന്ന അടിസ്ഥാന സമവാക്യം പോലും എടുക്കുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ സ്പീഡൊക്കെ കണ്ടുപിടിച്ചാൽ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. കണ്ണട തുറക്കുന്ന വേഗത്തിൽ ചെയ്യാൻ പോവുക. കണ്ടോ? എടാ 240 മീറ്റർ നീളമുള്ള ട്രെയിൻ
അവൻ്റെ സ്വന്തം നീളമായ 240 മീറ്റർ മറികടക്കാൻ 24 സെക്കൻഡ് എടുക്കുന്നു. എങ്കിൽ ചോദ്യം എന്തുവാ? 750 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ വേണ്ട സമയം. എടാ എങ്കിൽ നമുക്കറിയാം 750 മീറ്റർ നീളമുള്ള പാലം കടക്കുന്നു എന്ന് പറയുമ്പം ഞാൻ തൊട്ടു മുമ്പോട് അങ്ങോട്ട് പറഞ്ഞു വെച്ചിരിക്കുമോ, എടാ പാലം കടക്കണമെങ്കിൽ പാലം മാത്രം കടന്നാൽ മതിയോ? പോരാ, ട്രെയിനിൻ്റെ നീളവും കിടക്കണം. അപ്പോൾ 750 മീറ്റർ നീളമുള്ള പാലം കിടക്കണമെങ്കിൽ 750 മീറ്റർ പാലത്തിൻ്റെ നീളവും 240 മീറ്റർ ട്രെയിനിൻ്റെ നീളവും കിടക്കണം. എന്ന് പറഞ്ഞാൽ മക്കളെ മൊത്തം 990 മീറ്റർ കിടക്കണം. എങ്കിൽ 990 മീറ്റർ കടക്കാൻ എത്ര സെക്കൻഡ് വേണം എന്നാണ് നമ്മുടെ ചോദ്യം. ചോദ്യം മനസ്സിലായോ? സിമ്പിളാ. എടാ 240 മീറ്റർ നീളമുള്ള ട്രെയിൻ 24 സെക്കൻഡ് കൊണ്ട് ഇതിനെ നിങ്ങളങ്ങ് മാറ്റി, എന്ത് വായിക്കും? ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകുന്നു. നിങ്ങൾ വായിക്കണം സ്വന്തം നീളം കടന്നു പോകുന്നു. മക്കളെ സ്വന്തം നീളം കടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ 240 മീറ്റർ തന്നെ കടക്കാൻ 24 സെക്കൻഡ് വേണം. എങ്കിൽ നമുക്കറിയാം 750 മീറ്റർ നീളമുള്ള പാലം കിടക്കണമെങ്കിൽ 750 മീറ്റർ പാലവും കിടക്കണം, 240 മീറ്റർ ട്രെയിനിൻ്റെ നീളവും കിടക്കണം, മൊത്തം 990 മീറ്റർ കിടക്കണം. എത്ര സെക്കൻഡ് വേണമെന്ന് അറിയത്തില്ല. കണ്ണു അടച്ച് ക്രോസ് കുണിക്കും. കഴിഞ്ഞ്. എടാ കണ്ണു അടച്ച് ഈ സാധനം ക്രോസ് കുണിക്കും. രണ്ട് സംഖ്യ വന്നിരിക്കുന്ന മേലെഴുതും. പറ. 990 ഇൻറ്റു 24 ഡിവൈഡഡ് ബൈ 240. ഈ ഒരു പൂജ്യവും വെട്ടാം. 24 വെട്ടാം. നമ്മുടെ ഉത്തരം 99 സെക്കൻഡ്. എങ്കിൽ ആ ട്രെയിന് 750 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ 99 സെക്കൻഡ് വേണം. മനസ്സിലായോ? എളുപ്പമല്ലേ? കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. 120 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 6 സെക്കൻഡ് കൊണ്ട് ഒരു മനുഷ്യനെ കടന്നു പോകുന്നു. എന്ത് മനസ്സിലായി? ഒരു മനുഷ്യനെ കടന്നു പോയി എന്ന് പറഞ്ഞ മക്കളെ എന്തു അർത്ഥം? 120 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 6 സെക്കൻഡ് കൊണ്ട് സ്വന്തം നീളം കടന്നു പോകുന്നു. മനുഷ്യനെയോ മരത്തിനെയോ കൊടിമരത്തിനെയോ വൈദ്യുത തൂണിനെയോ കടക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ മാറ്റണം, സ്വന്തം നീളം നീർക്കണം. മനസ്സിലായോ? എടാ സ്വന്തം നീളം കടന്നു പോകുന്നു പറഞ്ഞ മനസ്സിലായോ? അപ്പം മനസ്സിലായി. എടാ 120 മീറ്റർ നീളമുള്ള ട്രെയിൻ 6 സെക്കൻഡ് മതി സ്വന്തം നീളം കടക്കാൻ. അതായത് 120 മീറ്റർ തന്നെ കടക്കാൻ 6 സെക്കൻഡ് മതി. 120 മീറ്റർ തന്നെ കടക്കാൻ 6 സെക്കൻഡ് മതി. എങ്കിൽ ചോദ്യം എന്തുവാ? 600 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം കിടക്കണം. നമുക്കറിയാം 600 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കിടക്കണമെങ്കിൽ നിങ്ങൾ ഓർത്തോണം, പ്ലാറ്റ്ഫോം കിടക്കണമെങ്കിൽ പ്ലാറ്റ്ഫോമും കിടക്കണം, ട്രെയിനിൻ്റെ നീളവും കിടക്കണം. 600 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കിടക്കണമെങ്കിൽ 600 മീറ്ററും കിടക്കണം, ട്രെയിനിൻ്റെ നീളമായ 120 മീറ്ററും കിടക്കണം. എന്ന് പറഞ്ഞാൽ മക്കളെ മൊത്തം 720 മീറ്റർ കിടക്കണം. എങ്കിൽ നമ്മുടെ ചോദ്യം, എടാ 720 മീറ്റർ കടക്കാൻ എത്ര സെക്കൻഡ് വേണമെന്നല്ലേ ചോദിക്കുന്നത്? വളരെ സിമ്പിൾ. കണ്ടോ? വളരെ സിമ്പിൾ. ക്ലിയർ അല്ലേ? നമ്മളിതെടുത്ത് ക്രോസ് ഗുണിക്കും. പറ. 720 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 120. ഈ ഒരു പൂജ്യവും വെട്ടാം. 12 കൊണ്ട് ഒറ്റയടിക്ക് വെട്ടാം. 12-നകത്ത് 12 ഒരു തവണ, 12 5 തവണ 60, 12 6 തവണ 72. ഇനി വെട്ടാനൊന്നുമില്ല. 6 ഇൻറ്റു 6 36. എങ്കിൽ ആ ട്രെയിന് 600 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം കടക്കാൻ 36 സെക്കൻഡ് മതി. മനസ്സിലായോ? എളുപ്പമല്ലേ? അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുന്നു, 120 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് 6 സെക്കൻഡ് കൊണ്ട് പറമക്കളെ സ്വന്തം നീളം കടന്നു പോകുന്നു. കണ്ടോ? സ്വന്തം നീളം എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ? സ്വന്തം നീളം കടന്നു പോകുന്നു. ഓക്കെ എന്ന് പറഞ്ഞാൽ 120 മീറ്റർ തന്നെ കടക്കാൻ 6 സെക്കൻഡ് മതിയെന്ന്. അപ്പം പാലം കടക്കണം എന്ന് പറഞ്ഞാൽ 600 കടക്കണം, 120 കടക്കണം, 720 കടക്കണം. എത്ര സെക്കൻഡ് വേണമെന്ന ചോദ്യം ക്രോസ് ഗുണിച്ചാൽ മതി. കഴിഞ്ഞ്. അടുത്ത 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 450 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ 42 സെക്കൻഡ് എടുക്കുന്നു. അവിടെ നിൽക്കട്ടെ, നോക്ക്. എടാ 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 450 മീറ്റർ നീളമുള്ള പാലം കിടക്കണം, 42 സെക്കൻഡ് എടുക്കുന്നു. എങ്ങനെ എടുക്കും? നമുക്കറിയാം പാലം കടക്കണമെങ്കിൽ ആലോചിച്ച് നോക്ക്, പാലം കടക്കണമെങ്കിൽ പാലവും കടക്കണം, ട്രെയിനിൻ്റെ നീളവും കടക്കണം. അപ്പോൾ മനസ്സിലായി. എടാ 150 മീറ്റർ നീളമുള്ള ട്രെയിനാണ്, 450 മീറ്റർ നീളമുള്ള പാലമാണ് കടക്കേണ്ടത്. അപ്പം 150 കടക്കണം, 450 കടക്കണം, മൊത്തം മക്കളെ 600 മീറ്റർ കടക്കണ്ടേ? പാലം കടക്കാനെന്നേ അവർ പറയൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് പാലം കടക്കണമെങ്കിൽ പാലവും കടക്കണം, ട്രെയിനിൻ്റെ നീളവും കടക്കണം.
അപ്പം മൊത്തം മക്കളെ 600 മീറ്റർ മറികടക്കാൻ, കണ്ടോ, 600 മീറ്റർ മറികടക്കാൻ എത്ര, 600 മീറ്റർ മറികടക്കാൻ 42 സെക്കൻഡ് വേണം. കണ്ടോ, 42 സെക്കൻഡ് വേണം. എങ്കിൽ ചോദ്യം, ഈ ട്രെയിൻ ഒരു മരത്തെ കടക്കാൻ വേണ്ട സമയം, എടാ ഈ ട്രെയിൻ സ്വന്തം നീളം കടക്കാൻ വേണ്ട സമയം, കണ്ടോ, ഈ ട്രെയിൻ സ്വന്തം നീളം കടക്കാൻ വേണ്ട സമയം, കണ്ടോ, സ്വന്തം നീളം എന്നല്ലേ എഴുതി വെച്ചിരിക്കുന്നത്, കണ്ടോ, സ്വന്തം നീളം, കണ്ടോ, ഈ ട്രെയിൻ സ്വന്തം നീളം കടക്കാൻ വേണ്ട സമയം. അപ്പോൾ സ്വന്തം നീളം എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ, 150 മീറ്റർ. എടാ 150 മീറ്റർ കടക്കാൻ വേണ്ട സമയമാണ് ചോദിക്കുന്നത്. കണ്ണു അടച്ച് നമ്മൾ ക്രോസ് ഗുണിക്കും, കാര്യം സ്വന്തം നീളം 150 മീറ്റർ നീളമുള്ള ട്രെയിനാണ്. അപ്പോൾ സ്വന്തം നീളം 150 മീറ്റർ, ക്രോസ് ഗുണിക്കുമ്പോൾ 150 ഇൻറ്റു 42/600, പൂജ്യവും വെട്ടി, 15-നകത്ത് 15 ഒരു തവണ, 60-നകത്ത് 15 4 തവണ, 2 കൊണ്ട് വെട്ടാം, 4-നകത്ത് 2 വെട്ടം, 4-നകത്ത് 2 വെട്ടം, 2-നകത്ത് 1 വെട്ടം, 21/2. 21/2 എന്ന് പറഞ്ഞാൽ 21-ൻ്റെ പകുതി, 21-ൻ്റെ പകുതി 10.5. ശരി ഉത്തരം 10.5 സെക്കൻഡ്. മകളെ ശരി ഉത്തരം 10.5 സെക്കൻഡ്. ക്ലിയർ ആണോ? പറഞ്ഞ മനസ്സിലായോ? ഇത് അടുത്തത് 180 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 240 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകാൻ 60 സെക്കൻഡ് എടുക്കുന്നു. നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. ആദ്യ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. 180 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 240 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകാൻ 60 സെക്കൻഡ് എടുക്കുന്നു. എന്ത് മനസ്സിലായി? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് പൗസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഉത്തരം കണ്ടുപിടിക്കണേ. എടാ 180 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 240 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കിടക്കണം. മക്കളെ പ്ലാറ്റ്ഫോം, അപ്പോൾ നിങ്ങളെന്ന് മനസ്സിലാക്കാം, പ്ലാറ്റ്ഫോം കിടക്കണമെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ നീളവും കിടക്കണം, ട്രെയിനിൻ്റെ നീളവും കിടക്കണം. ശരിയാണോ? പ്ലാറ്റ്ഫോം കടക്കാൻ 60 സെക്കൻഡ് എടുക്കുന്നെന്നാണ് പറയുന്നത്. എടാ പ്ലാറ്റ്ഫോം കടക്കാനെന്നേ അവർ പറയത്തുള്ളൂ. നമ്മൾ എന്ത് മനസ്സിലാക്കണം? പ്ലാറ്റ്ഫോം കിടക്കണമെങ്കിൽ പ്ലാറ്റ്ഫോമും കിടക്കണം, ട്രെയിനിൻ്റെ നീളവും കിടക്കണം. എങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ നീളം മക്കളെ 240 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം. ഇത് കിടക്കണമെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ നീളം കിടക്കണം, ട്രെയിനിൻ്റെ നീളമായ 180 കിടക്കണം. ഓക്കെ, 8 4 12, ശിഷ്ടം 1 2 3 4 420. എങ്കിൽ മനസ്സിലായി, ഈ ട്രെയിൻ മൊത്തം 420 മീറ്റർ മറികടക്കാൻ, 60 സെക്കൻഡ് എടുക്കുന്നു. കണ്ടോ, മൊത്തം 420 മീറ്റർ മറികടക്കാൻ 60 സെക്കൻഡ് എടുക്കുന്നു. എങ്കിൽ ഈ ട്രെയിൻ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടക്കാൻ എത്ര സമയം എടുക്കുന്നു? ഈ ട്രെയിൻ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടക്കാൻ എത്ര സമയം എടുക്കുന്നു? അതായത് ഈ ട്രെയിൻ സ്വന്തം നീളം കടക്കാൻ, കണ്ടോ, സ്വന്തം നീളം കടക്കാൻ, കണ്ടോ, ഈ ട്രെയിൻ സ്വന്തം നീളം കടക്കാൻ എത്ര സമയമെടുക്കും? ഈ ട്രെയിൻ സ്വന്തം നീളം കടക്കാൻ എത്ര സമയമെടുക്കും? ആ സ്വന്തം നീളം എത്ര? 180 മീറ്ററാ. എങ്കിൽ 180 മീറ്റർ കടക്കാൻ എത്ര സമയം വേണം? ക്രോസ് ഗുണിക്കും, സിമ്പിളാ. നോക്ക്, 180 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 420, പൂജ്യവും വെട്ടി, 6 കൊണ്ട് വെട്ടുമ്പം 6-നകത്ത് 6 ഒരു തവണ, 42-നകത്ത് 7 തവണ. ഇനി 7 കൊണ്ട് നിശേഷം വെട്ടാൻ പറ്റത്തില്ല, അപ്പം 180-നെ 7 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം, 180 ഡിവൈഡഡ് ബൈ 7. ഓക്കെ, 7 2 തവണ 14, ശിഷ്ടം 4, 40-നകത്ത് 7 5 തവണ 35, ശിഷ്ടം 5, 5-നകത്തിൽ അടങ്ങുന്നില്ല, പോയിന്റ് കൊടുത്ത് 50-നകത്തിൽ 7 തവണ, 49, ശിഷ്ടം മക്കളെ 1, 10-നകത്തിൽ 1 തവണ. മതി, ഇത്ര മതി. 25.71 സെക്കൻഡ്, അല്ലെങ്കിൽ 25.7 എടുത്താലും മതി, ഒന്നായിട്ട് കളഞ്ഞേക്കാം. 25.7 സെക്കൻഡാണ് ശരി ഉത്തരം. പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞത് ക്ലിയർ ആയോ? അടിപൊളിയല്ലേ? ഇനി ഇതിനേക്കാൾ കിടിലൻ ചോദ്യത്തിലോട്ട് പോട്ടെ. മക്കളെ ഇത്തരം ചോദ്യം ചോദിച്ചാൽ എന്ത് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത ഒരു മോഡൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. കിടിലൻ ചോദ്യം നോക്ക്. ഒരു ട്രെയിൻ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടക്കാൻ 20 സെക്കൻഡ് എടുക്കുന്നു. ഇതേ വേഗത്തിൽ 150 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കാൻ 30 സെക്കൻഡ് എടുത്താൽ ട്രെയിനിൻ്റെ നീളം എത്ര? നല്ല ചോദ്യം. ഇത് യഥാർത്ഥത്തിലേ ട്രെയിനിൻ്റെ നീളം എത്ര എന്നൊക്കെ ചോദിക്കുമ്പം ഈ ട്രെയിനിൻ്റെ നീളത്തിനെ എക്സ് എന്നൊക്കെ എടുക്കും. ട്രെയിനിൻ്റെ നീളത്തിനെ എക്സ് എന്നൊക്കെയാണ് എടുക്കാറുള്ളത്. എക്സ് എന്നൊക്കെ എടുത്തിട്ട് എന്താണ്, ഇതേ വേഗത്തിൽ എന്ന് പറയുന്നുണ്ട്, രണ്ടും സെയിം സ്പീഡാണ്, രണ്ടും ഒരേ വേഗതയാണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നിന്നും വേഗത കണ്ടുപിടിക്കും.
മക്കളെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നിന്നും സ്പീഡ് കണ്ടുപിടിക്കും, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നിന്നും സ്പീഡ് കണ്ടുപിടിക്കും, രണ്ടും ഈക്വൽ ആണെന്ന് എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും, അപ്പുറം ഇപ്പുറമൊക്കെ ക്രോസ് ഗുണിച്ച് എക്സിൻ്റെയൊക്കെ വില കണ്ടുപിടിക്കാനാണ് പതിവ്. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇത് ടക്കനേന്ന് കണ്ണടച്ചുറക്കുന്ന വേഗത്തിൽ ചെയ്യട്ടെ. അതിന് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം പിടിച്ചോണം. ഞാൻ പറയട്ടെ, കേട്ടോണേ. നമ്മൾ ആദ്യം പറഞ്ഞ ആ കൺസെപ്റ്റ് തന്നെ മതി. ഇവിടെ നോക്ക്, ഒരു ട്രെയിൻ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടക്കാൻ 20 സെക്കൻഡ് എടുക്കുന്നു. ഒരു ട്രെയിൻ ഒരു ട്രെയിൻ സ്വന്തം നീളം കടക്കാൻ 20 സെക്കൻഡ് എടുക്കുന്നു. കണ്ടോടാ, വളരെ സിമ്പിൾ. ഒരു ട്രെയിൻ സ്വന്തം നീളം, കണ്ടോ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, സ്വന്തം നീളം അല്ലേ മക്കളെ, അങ്ങനല്ലേ വായിക്കുന്നത്? ഇവിടെ സ്വന്തം നീളം കടക്കാൻ 20 സെക്കൻഡ് എടുക്കുന്നു. ഇതൊക്കെ അല്ലേ? ഇതേ വേഗത്തിൽ 150 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കാൻ 30 സെക്കൻഡ് എടുക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എനിക്കൊരു കാര്യം മനസ്സിലായി. എടാ, ഈ ട്രെയിന് സ്വന്തം നീളം മറികടക്കാൻ 20 സെക്കൻഡ് വേണം. അത് ഓക്കെയാണ്. ഈ ട്രെയിന് സ്വന്തം നീളം മറികടക്കാൻ മക്കളെ 20 സെക്കൻഡ് വേണം. ഇനി ഞാൻ പറയുന്ന അടുത്ത ഫാക്റ്റ് കേട്ടു. ഈ ട്രെയിൻ ഏത് വഴി പോയാലും എന്ന് പറഞ്ഞാൽ മരത്തെ മറികടന്നാലും, മനുഷ്യനെ മറികടന്നാലും, പാലത്തെ മറികടന്നാലും, പ്ലാറ്റ്ഫോമിനെ മറികടന്നാലും, എടാ ഒന്നാലോചിച്ച് നോക്കി, ഇവൻ്റെ സ്വന്തം നീളം മറികടക്കണ്ടേ? ഒന്നാലോചിച്ച് നോക്കി, ഇവൻ്റെ സ്വന്തം നീളം മറികടക്കണ്ടേ? എടാ, മരത്തെ മറികടക്കുന്ന സ്വന്തം നീളമാണ്. പാലത്തെ മറികടക്കുമ്പം പാലത്തിൻ്റെ നീളവും സ്വന്തം നീളവും മറികടക്കുന്നു. കണ്ടോ, പാലത്തിൻ്റെ നീളവും സ്വന്തം നീളവും മറികടക്കുന്നു. അപ്പോൾ എപ്പോഴും ഇവൻ സ്വന്തം നീളം മറികടക്കുന്നുണ്ട്. ആലോചിച്ച് നോക്ക്. എടാ, ഇവൻ ഏതിനെ മറികടന്നാലും, ഒരു മനുഷ്യനെ മറികടന്നാലും സ്വന്തം നീളം മറികടക്കണം, ഒരു പാലത്തെ മറികടന്നാലും സ്വന്തം നീളം മറികടക്കണം. ഇത് മനസ്സിലായോ? ഇത് ഓക്കെയാണോ? എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എടാ, ഒരു കാര്യം മനസ്സിലായി. ഈ ട്രെയിന് സ്വന്തം നീളം മറികടക്കാൻ മക്കളെ 20 സെക്കൻഡ് വേണം. എങ്കിൽ ഏത് വഴി പോയാലും, പാലത്തെ മറികടന്നാലും, മനുഷ്യനെ മറികടന്നാലും, ആരെ മറികടന്നാലും, എടാ കരുനാപ്പള്ളി ജംഗ്ഷൻ വഴി പോയാലും ഈ ട്രെയിന് സ്വന്തം നീളം മറികടക്കാൻ എപ്പോഴും മക്കളെ 20 സെക്കൻഡ് വേണം. എടാ, സ്വന്തം നീളം മറികടക്കാൻ 20 സെക്കൻഡ് വേണം. സ്വന്തം നീളം മറികടക്കാൻ 20 സെക്കൻഡ് വേണം. ഇത് മനസ്സിലായോ? ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. എൻ്റെ വിശപ്പ് മാറ്റാൻ എനിക്ക് എല്ലാ ദിവസവും രാവിലെ ഒരു 4 ഇഡ്ഡലി വേണം. എങ്കിൽ അത് ഞാൻ ഇന്ത്യയിലാണെങ്കിലും, അതേപോലെ വിദേശത്താണെങ്കിലും, കേരളത്തിലാണെങ്കിലും, പാളയത്താണെങ്കിലും, സ്റ്റാച്യൂവിലാണെങ്കിലും എനിക്ക് എൻ്റെ വിശപ്പ് മാറ്റാൻ 4 ഇഡ്ഡലി കൂടിയേ തീരൂ. ശരിയാണോ? അതേപോലെ ഈ ട്രെയിന് സ്വന്തം നീളം മറികടക്കാൻ 20 സെക്കൻഡ് വേണം. എടാ, എങ്കിൽ ഇവൻ ഏത് വഴി പോയാലും സ്വന്തം നീളം മറികടക്കാൻ മക്കളെ 20 സെക്കൻഡ് വേണം. ഇത് ക്ലിയർ ആണോ? എങ്കിൽ പറ. എടാ, 150 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കുമ്പോൾ നമുക്കറിയാം, പ്ലാറ്റ്ഫോമും കടക്കണം, ട്രെയിനിൻ്റെ നീളവും കടക്കണം. അതിന് 30 സെക്കൻഡ് വേണമെന്നല്ലേ പറയുന്നത്? എങ്കിൽ മക്കളെ, ഈ 30 സെക്കൻഡിലെ 20 സെക്കൻഡും ട്രെയിൻ എടുത്തത് എന്തിനാണെന്ന് അറിയാമോ? ട്രെയിനിൻ്റെ സ്വന്തം നീളം മറികടക്കാനാ. എടാ, 30 സെക്കൻഡിലെ 20 സെക്കൻഡും ട്രെയിൻ എടുത്ത് എന്തിനാ? സ്വന്തം നീളം മറികടക്കാനാ. എങ്കിൽ ബാക്കി ഇവിടെ ഒരു 10 സെക്കൻഡിലൂടെ, ആ 10 സെക്കൻഡ് കൊണ്ടാണ് 150 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം മാത്രം കടക്കുന്നത്. ശരിയല്ലേ? നമുക്കറിയാം, പ്ലാറ്റ്ഫോം കടക്കണമെങ്കിൽ മക്കളെ പ്ലാറ്റ്ഫോമിൻ്റെ നീളവും കടക്കണം, ട്രെയിനിൻ്റെ നീളവും കടക്കണം. എടാ, പ്ലാറ്റ്ഫോം കടക്കണമെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ നീളവും കടക്കണം, ട്രെയിനിൻ്റെ നീളവും കടക്കണം. ശരിയാണോ? അപ്പം ട്രെയിനിൻ്റെ സ്വന്തം നീളം മറികടക്കാൻ 20 സെക്കൻഡ് വേണമെന്ന് മനസ്സിലായി. അപ്പോൾ ഈ 30 സെക്കൻഡിലെ 20 സെക്കൻഡും ട്രെയിനിൻ്റെ സ്വന്തം നീളം മറികടക്കാൻ എടുക്കുന്നത്. എങ്കിൽ ബാക്കി ഒരു 10 സെക്കൻഡ് കൊണ്ടാണ് മക്കളെ, വെറും 10 സെക്കൻഡ് കൊണ്ടാണ് പ്ലാറ്റ്ഫോമിനെ മാത്രം മറികടക്കുന്നത്. എങ്കിൽ ആ പ്ലാറ്റ്ഫോമിൻ്റെ മാത്രം നീളം എത്ര? 150 മീറ്റർ. മനസ്സിലായോ? അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ ട്രെയിൻ 10 സെക്കൻഡ് കൊണ്ട് 150 മീറ്റർ സഞ്ചരിക്കുമെന്ന്. എങ്കിൽ നമ്മുടെ ജോലി എന്തുവാ? ട്രെയിനിൻ്റെ നീളം എത്രയാണ്? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ട്രെയിനിൻ്റെ സ്വന്തം നീളം മറികടക്കാൻ എത്ര സെക്കൻഡ് എടുക്കുന്നുണ്ട്? ട്രെയിനിൻ്റെ സ്വന്തം നീളം മറികടക്കാൻ, കണ്ടോ, ട്രെയിൻ സ്വന്തം നീളം കടക്കാൻ 20 സെക്കൻഡ് എടുക്കുന്നു അല്ലേ? അപ്പം നമുക്ക് മനസ്സിലായി, എടാ 20 സെക്കൻഡിൽ സഞ്ചരിക്കുന്നതല്ലേ ട്രെയിനിൻ്റെ നീളം? സ്വന്തം നീളം മറികടക്കാൻ 20 സെക്കൻഡ് എടുക്കുന്നു. അപ്പോൾ തിരിച്ചു പറഞ്ഞാൽ 20 സെക്കൻഡിൽ സഞ്ചരിക്കുന്നതാണ് ട്രെയിനിൻ്റെ നീളം. അപ്പോൾ ഒന്നുമില്ല. എടാ, 20 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം എത്ര? അറം കണ്ടുപിടിച്ചാൽ മതി. ശരിയല്ലേ? അതായത് 10 സെക്കൻഡിൽ 150 മീറ്റർ സഞ്ചരിക്കുന്ന ട്രെയിൻ 20 സെക്കൻഡിൽ എത്ര മീറ്റർ സഞ്ചരിക്കും? അത് കണ്ടുപിടിച്ചാൽ മതി. ക്രോസ് ഗുണിക്കേണ്ട ആവശ്യം പോലുമില്ല, കണ്ടാൽ പറയാൻ പറ്റും. എടാ, 10 സെക്കൻഡിൽ 150 മീറ്റർ, 20 സെക്കൻഡിൽ 10ൻ്റെ ഇരട്ടി 20, അപ്പോൾ 150ൻ്റെ ഇരട്ടി ആയിരിക്കും ഉത്തരം 300. വേണ്ട, ക്രോസ് ഗുണിക്കാം. ക്രോസ് ഗുണിക്കുമ്പോൾ 20 ഗുണം
150 / 10, 0 0 വെട്ടി 15 2 30, പിന്നെ ഒരു 0 300 മീറ്ററാണ് നമ്മുടെ ട്രെയിനിൻ്റെ നീളം. എളുപ്പമല്ലേ? ശരിക്കും കുറേ ആൾക്കാർ എക്സൊക്കെ ഇട്ടാണ് ചെയ്യുന്നത്. നമ്മൾ അത്രയൊന്നും മെനക്കെടുന്നില്ല. അടുത്ത ചോദ്യങ്ങൾ പറയുമ്പോൾ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. നോക്കൂ, 350 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കുന്നതിന് ഒരു ട്രെയിന് 100 സെക്കൻഡും ഒരു മരത്തെ കടക്കുന്നതിന് 30 സെക്കൻഡും എടുത്താൽ ട്രെയിനിൻ്റെ നീളം. കേട്ടോ? നമുക്കിതാ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം വായിക്കാം. രണ്ടാമത്തെ, ഒരു മരത്തെ കടക്കുന്നതിന് 30 സെക്കൻഡ്. മക്കളെ, ഒരു മരത്തെ കടക്കുന്നു നമ്മൾ എങ്ങനെ വായിക്കും? സ്വന്തം നീളം കടക്കുന്നതിന് 30 സെക്കൻഡ് വേണമെന്ന്. സ്വന്തം നീളം കടക്കുന്നതിന് 30 സെക്കൻഡ് വേണമെന്ന്. അത് മനസ്സിലായോ? ട്രെയിന് സ്വന്തം നീളം കടക്കാൻ 30 സെക്കൻഡ് വേണം. എങ്കിൽ നിങ്ങൾ ആലോചിക്കുക, 350 മീറ്റർ നീളമുള്ള പാലം കടക്കണമെങ്കിൽ പാലവും കടക്കണം, ട്രെയിനിൻ്റെ നീളവും കടക്കണം. അതിൽ ട്രെയിനിൻ്റെ നീളം മറികടക്കാൻ 30 സെക്കൻഡ് വേണമെന്ന് മനസ്സിലായി. എങ്കിൽ മക്കളെ, ഈ 100 സെക്കൻഡിലെ 30 സെക്കൻഡും ട്രെയിൻ എടുത്ത് എന്തിനാ? സ്വന്തം നീളം മറികടക്കാനാണ്. എങ്കിൽ അവിടെ ബാക്കി വന്ന ഒരു 70 സെക്കൻഡ് കൊണ്ടല്ലേ 350 മീറ്റർ ഉള്ള പാലത്തിനെ മാത്രം കടന്നത്? പാലത്തിനെ മാത്രം അല്ലേ? അപ്പോൾ 70 സെക്കൻഡ് കൊണ്ട് 350 മീറ്റർ കടക്കും. ക്ലിയർ? 70 സെക്കൻഡ് കൊണ്ട് 350 മീറ്റർ കടക്കും. എങ്കിൽ നമ്മുടെ ചോദ്യം ട്രെയിനിൻ്റെ നീളം എത്ര? ട്രെയിനിൻ്റെ നീളം നമുക്കറിയാം. ട്രെയിനിൻ്റെ സ്വന്തം നീളം കടക്കാൻ 30 സെക്കൻഡ് എടുക്കും. ട്രെയിൻ സ്വന്തം നീളം കടക്കാൻ 30 സെക്കൻഡ് എടുക്കും. എങ്കിൽ 30 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അതാണ് ട്രെയിനിൻ്റെ നീളം. ക്രോസ് ഗുണിക്കുന്നു. 30 × 350 / 70, 0 0 വെട്ടാം. 7-നകത്ത് 7 തവണ, 35-നകത്ത് 5 തവണ, 5 3 15, 150. നമ്മുടെ ശരി ഉത്തരം ട്രെയിനിൻ്റെ നീളം 150 മീറ്റർ. ക്ലിയർ? സിമ്പിളാ, ഒന്നുമില്ല. നോക്ക് അടുത്തത്. ഒരു മനുഷ്യനെ കടക്കാൻ, ചോദ്യം ചുരുക്കി എഴുതിയിരിക്കുക, ഒരു മനുഷ്യനെ കടക്കാൻ 24 സെക്കൻഡ്. എങ്ങനെ എന്തോ മനസ്സിലായി? ഒരു ട്രെയിന് സ്വന്തം നീളം, കണ്ടോ, സ്വന്തം നീളം കടക്കാൻ 24 സെക്കൻഡ്. സ്വന്തം നീളം കടക്കാൻ 24 സെക്കൻഡ്. ഓക്കെ, ക്ലിയർ? അതേപോലെ 240 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ 36 സെക്കൻഡ്. നമുക്കറിയാം, പാലം കടക്കണമെങ്കിൽ പാലവും കടക്കണം, ട്രെയിനിൻ്റെ നീളവും കടക്കണം. ട്രെയിനിൻ്റെ നീളം കടക്കാൻ 24 സെക്കൻഡ് എന്ന് ഒന്നാമത്തെ പ്രസ്താവനയിൽ നിന്നും വ്യക്തം. ശരിയല്ലയോ? ട്രെയിനിൻ്റെ സ്വന്തം നീളം കടക്കാൻ 24 സെക്കൻഡ് മതിയെന്ന് ഒന്നാമത്തെ പ്രസ്താവനയിൽ നിന്നും വ്യക്തം. എങ്കിൽ മക്കളെ, ഇവിടെ പറയുന്ന 36 സെക്കൻഡിലെ 24 സെക്കൻഡും ട്രെയിൻ എടുത്ത് എന്തിനാ? 24 സെക്കൻഡും ട്രെയിൻ എടുത്ത് എന്തിനാ? സ്വന്തം നീളം മറികടക്കാനാ. ശരിയാണോ? 36 സെക്കൻഡിലെ 24 സെക്കൻഡും ട്രെയിൻ എടുത്ത് എന്തിനാ? സ്വന്തം നീളം മറികടക്കാനാ. എങ്കിൽ ഈ 36-ലെ ബാക്കി ഒരു 12 സെക്കൻഡ് കൊണ്ടായിരിക്കണം പാലത്തിൻ്റെ മാത്രം നീളം കടക്കുന്നത്. പാലത്തിൻ്റെ മാത്രം. എങ്കിൽ ആ പാലത്തിൻ്റെ നീളം എത്ര? 240 മീറ്റർ. ശരിയാണോ? അപ്പം മനസ്സിലായി, 12 സെക്കൻഡ് കൊണ്ട് 240 മീറ്റർ. എങ്കിൽ നമ്മുടെ ചോദ്യം ട്രെയിനിൻ്റെ നീളം എന്നാ. നമുക്കറിയാം, ട്രെയിനിൻ്റെ സ്വന്തം നീളം കടക്കാൻ 24 സെക്കൻഡ് എടുക്കും. അപ്പോൾ 24 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം കണ്ടുപിടിച്ചാൽ മതി. അതാണ് ട്രെയിനിൻ്റെ നീളം. ശരിയാണോ? 24 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം കണ്ടുപിടിച്ചാൽ മതി. അതാണ് ട്രെയിനിൻ്റെ നീളം. ക്രോസ് ഗുണിക്കേണ്ട ആവശ്യം പോലും ഇല്ല. 12 സെക്കൻഡിൽ 240 മീറ്ററാണ്. 12-ൻ്റെ ഇരട്ടി 24 സെക്കൻഡ്. അപ്പോൾ 240-ൻ്റെ ഇരട്ടി ആയിരിക്കും ഉത്തരം. എങ്കിലും ക്രോസ് ഗുണിക്കാം. 24 × 240 / 12. ഇവിടെ 12 ഒരു തവണ, ഇവിടെ 2 തവണ. 24 × 2 48, 480. എങ്കിൽ ട്രെയിനിൻ്റെ നീളം 480 മീറ്റർ. എളുപ്പമല്ലേ? സിമ്പിളല്ലേ? ക്ലിയർ ആണെന്ന് കരുതട്ടെ. ഒരെണ്ണം കൂടെ. 200 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കാൻ 15 സെക്കൻഡ് വേണം. ഇലക്ട്രിക് പോസ്റ്റ് കടക്കാൻ 10 സെക്കൻഡ്. ശരി, എന്ത് മനസ്സിലായി? ഇത് മാറ്റി. സ്വന്തം നീളം കടക്കാൻ, കണ്ടോ, സ്വന്തം നീളം കടക്കാൻ 10 സെക്കൻഡ്. ക്ലിയർ? എങ്കിൽ ഈ 15 സെക്കൻഡിലെ 10 സെക്കൻഡ് മക്കളെ എടുത്ത് എന്തിനാ? സ്വന്തം നീളം കടക്കാൻ. എങ്കിൽ ബാക്കി വന്നവർ 5 സെക്കൻഡ് കൊണ്ടായിരിക്കണം 200 മീറ്റർ നീളമുള്ള പാലത്തിൻ്റെ നീളം മാത്രം കടന്നത്, പാലത്തെ മാത്രം കടന്നത്. ശരിയാണോ? എങ്കിൽ നമ്മുടെ ചോദ്യം ട്രെയിനിൻ്റെ നീളം എത്രയാണോ? നമുക്കറിയാം, ട്രെയിനിൻ്റെ സ്വന്തം നീളം മറികടക്കാൻ 10 സെക്കൻഡ് എടുക്കുന്നു. എങ്കിൽ 10 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം എത്രയാണോ അതാണ് ട്രെയിനിൻ്റെ നീളം. അത് കണ്ടുപിടിക്കാൻ ക്ലോസ് ഗുണിക്കേണ്ട പോലും ഇല്ല. 5 സെക്കൻഡിൽ 200, 10 സെക്കൻഡിൽ 200-ൻ്റെ ഇരട്ടി 400. കഴിഞ്ഞ്. സിമ്പിൾ. എളുപ്പമല്ലേ?
മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവസാനിക്കുന്നില്ല, ഒന്നും അവസാനിക്കുന്നില്ല, തുടരുന്നു. ഇനിയും ബാക്കി 17 ക്ലാസ്സുകൾ. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സുകൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ അത്യാവശ്യമാണ്. നിങ്ങളുടെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത വീഡിയോകൾ ചെയ്യുകയുള്ളൂ. മാക്സിമം പ്രയോജനപ്പെട്ട വീഡിയോകൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഒരു കമൻറ്റുകൾ കൂടിയേ തീരും. ഓക്കെ, നിങ്ങളുടെ കമൻറ്റുകളാണ് നമ്മുടെ ജീവൻ ടോൺ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ പ്രതികരണങ്ങളും അറിയാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.